നമ്മുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പുകൾ മൂന്നും കഴിഞ്ഞു എന്ന് വെച്ചാൽ കേരളം അടയാളപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനിന്ന് എറണാകുളം പോയിക്കായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ എൻ്റെ പങ്കാളി ഷീനി എന്നോട് ചോദിച്ചു, പാലക്കാട് പോകുന്നില്ലേ? നമ്മളൊരു ഇടതുപക്ഷ അനുഭാവിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പാലക്കാട് ജയിക്കും എന്നുള്ളൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ പോവാമായിരുന്നു. പക്ഷേ എനിക്ക് പോലും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. വളരെ അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ജയിക്കില്ല, രണ്ടാം സ്ഥാനത്ത് വരുമെന്നുള്ള ചിന്തകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതും ഒരു പ്രതീക്ഷ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നത്. അപ്പോൾ അതെന്തിനാ ജയിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം എന്ന് ചോദിച്ചാൽ, ജയിച്ചപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും, കൈരളി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു മിനിറ്റൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും തന്നെ വിനു ജോണൊക്കെ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ പ്രതിപക്ഷത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവർ കൃത്യമായ ആസൂത്രണമാണ് എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെ നേരിടേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് TV പ്രസാദിൻ്റെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്കെതിരെയുള്ള വാർത്തയൊക്കെ വരുന്നത്. അപ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് ഓരോ വാർത്തകൾ വന്ന് ആ വാർത്തകളുടെ തുടർച്ചയാണ് പല സംഭവങ്ങളും ഉണ്ടായത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ഇനിയും പറയാൻ സമയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ആലോചന തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ വരികയാണ്. തൃശ്ശൂർ പൂരം കലക്കിയത് അത് PV അൻവറാണ്. തൃശ്ശൂർ പൂരം കലക്കിയത് നമ്മുടെ ADGP അജിത് കുമാറാണ് എന്ന് പറഞ്ഞിട്ട്. സംഭവം പൂരം കലക്കിയതിൽ അദ്ദേഹത്തിന് വലിയ ബന്ധമില്ലെങ്കിലും അജിത് കുമാർ അത്ര വിശുദ്ധനാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്തായാലും പണി പാലുമേളത്തിൽ കിട്ടി. PV അൻവർ ഇല്ലാണ്ടായി, അജിത് കുമാറിനും അത്യാവശ്യത്തിനുള്ള പണി കിട്ടി. ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. അജണ്ടയൊക്കെ നല്ലതിനാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പിന്നെ സംഭവിക്കുന്നത്. ചേലക്കരയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു കൃത്യമായ അവകാശവാദം ഉന്നയിക്കുകയാണ്. വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ കണക്കിൽ 5000-ഓളം വോട്ടിന് UDF ജയിക്കുമെന്ന് VD സതീശൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. സർക്കാരിനോട് ജനങ്ങൾക്കുള്ള വിരോധം വെറുപ്പായി മാറി. പിണറായി വിജയൻ പരാജയ ഭീതിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജെവിൻ ടൂട്ടുവാണ്. കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷം സമ്പൂർണ്ണ പരാജയത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. നമ്മൾ ഏഷ്യാനെറ്റിന്റെ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ ശ്യാം, അയാൾ ചെന്നിറങ്ങുന്നത് തന്നെ ചേലക്കര അന്തിമഹാകാളൻകാവിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രതിരോധിക്കേണ്ടത് UDFനെയോ BJPനെയോ മാത്രമല്ല. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ഉണ്ട്. ശ്യാം, എന്തായാലും പൂരങ്ങൾ എപ്പോഴും ഇത്തരത്തിൽ വൈകാരികമായ ഒരു പ്രശ്നമാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും അതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവുമാണ്. ഇപ്പോ ഈ ചേലക്കരയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ അർത്ഥത്തിൽ വലിയ ചൂട് പിടിക്കുന്നുണ്ട്. പക്ഷേ CPM അല്ലെങ്കിൽ LDF ഒക്കെ ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിക്കുകയാണ് അല്ലേ? ചേലക്കര പഞ്ചായത്തിൽ തന്നെയുള്ള വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ അന്തിമഹാകാളൻകാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ വെടിക്കെട്ടും വളരെ പൂരപ്രേമികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ്. പക്ഷെ കഴിഞ്ഞ 2 വർഷമായി ആ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടക്കുന്നില്ല. അവിടുത്തെ ഈ പെസോയുടെ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അവിടെ വെടിക്കെട്ട് നടക്കാൻ സാധിക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ അതിന്റെ ലൈസൻസ് അനുമതി കിട്ടാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ 2 വർഷമായി ആ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടക്കുന്നില്ല. അവിടുത്തെ ഈ പെസോയുടെ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അവിടെ വെടിക്കെട്ട് നടക്കാൻ സാധിക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ അതിന്റെ ലൈസൻസ് അനുമതി കിട്ടാത്ത സാഹചര്യമാണ് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായിട്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ UDFും BJPയും ഒരുപോലെ ശ്രമിക്കുന്നത്. അതിന്റെ കാരണം ഇവിടുത്തെ MLA കൂടി ആയിരുന്ന K രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് മുടങ്ങിയത്. ഒരു തവണ പെസോന്റെ നിയന്ത്രണങ്ങൾ കാരണം വെടിക്കെട്ട് മുടങ്ങിയാൽ രാജാവായ നമ്മുടെ രാധാകൃഷ്ണൻ വന്ന് ആ വെടിക്കെട്ട് നടത്താൻ പറ്റുമോ? വളരെ കൃത്യമായ ചോദ്യമാണ്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് രാധാകൃഷ്ണൻ വെടിക്കെട്ട് മുടക്കി എന്നുള്ള നിലയ്ക്കാണ്. പെസോന്റെ നിയന്ത്രണങ്ങൾ എന്ന് ഇയാൾ പറയുമ്പോഴും രാധാകൃഷ്ണൻ വെടിക്കെട്ട് മുടക്കി എന്നുള്ള നിലയ്ക്കുള്ള വ്യാജ ആരോപണം കൊണ്ടുവരാനായിട്ടാണ് ശ്യാംകുമാർ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് തുടങ്ങി വെച്ചത്. അതിന്റെ ഒരു റിസൾട്ട് അത് ബിനു ജോൺ പ്രതീക്ഷിക്കുന്നുണ്ട്. പിണറായി വിജയന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ കഴിയുന്ന ഒരു ജനവിധി ഉണ്ടാകണമെന്നാണ്. കാരണം ഇങ്ങനെയുള്ള അപൂർവ അവസരങ്ങളിൽ മാത്രമേ അദ്ദേഹം വരൂ. ഒന്നുകിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകണം, അല്ലെങ്കിൽ മഹാമാരികൾ വരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തലവെക്കാൻ കഴിയുന്ന ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകണം. പ്രകൃതി ദുരന്തം വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. കാരണം അവിടെ നിൽക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, ഇയാൾ പറയുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു മഹാമാരിയുടെ കാലത്ത് മുഖ്യമന്ത്രി എങ്ങനെ വന്ന് നിന്നു എന്നുള്ളത് അതും ഇയാൾക്ക് സഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് തോറ്റു വന്ന് നിൽക്കണം, അത് നിൽക്കണത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബിനു ജോണിന്റെ ഭാഷ്യം. അയാള് വിജയിച്ച് കയറിയ ഒരു മണ്ഡലമാണ്. അത് ഏതെങ്കിലും കാരണവശാൽ UDF തിരിച്ചു പിടിച്ചാൽ, അല്ലെങ്കിൽ UDF അവിടെ വിജയിച്ചാൽ
LDF അവിടെ പരാജയപ്പെട്ടാൽ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം, അതായത് എന്ത് പിന്നെ പറഞ്ഞു നിൽക്കാൻ പ്രയാസമാണ്. അതായത് വെച്ചാൽ റെജിമോൻ കുട്ടപ്പൻ നിരന്തരമായി പോസ്റ്റ് ഇടുന്നു, ഈ വക സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഇനി അറിവിലേക്കായിട്ട് ഒരു കാര്യം മാത്രം പറയാം, അത്രമാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് കുറഞ്ഞു, വോട്ട് കൂടി, ജയിച്ചു, തോറ്റു, അതിൻ്റെ വാദങ്ങളൊന്നും തന്നെ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് ജയവുമായി ബന്ധപ്പെട്ട് അടുത്ത് കണ്ട ഒരു കാര്യം, അതെ, SDP ആണ് വന്ന് ജയ് വിളിച്ചത്. ഇത്രയും മതി, വേറൊന്നും പറയുന്നില്ല. അടുത്ത ആസൂത്രണം നാളെ മുതൽ തുടങ്ങും. അതാര്? മാധ്യമങ്ങൾ, ബിനു വി ജോർഡൻ അടക്കമുള്ള മാധ്യമങ്ങൾ നമുക്ക് പ്രതിരോധിക്കാം. എന്ന് വെച്ചാൽ പ്രതിരോധം ഫലിക്കുന്നുണ്ട് എന്നുള്ള എൻ്റെ ലക്ഷണമാണ് ആവേശപൂർവ്വം ജയിക്കും എന്ന് ചേലക്കരയിൽ പറയാനായിട്ട് മാധ്യമങ്ങൾ തുനിയാതിരുന്നത്. അതെ, അതുതന്നെയാണ് ചെറിയ വിജയങ്ങൾ എന്ന് പറയുന്നത്, അതുതന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത്. ശരി, ബിഗ് സല്യൂട്ട്.